ഇന്നിപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു ഇസ്രായേൽ ഓറഞ്ചിനെ പറ്റിയാണ്. ഇതാണ് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച്. ഇത് പഴുത്ത് ഭാഗമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാൻ കൂടി വേണ്ടിയാണ് നിറയുണ്ടായി നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇസ്രായേലാണ് ഇതിൻ്റെ സ്വദേശം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാസം മതി നമുക്കിത് തൈയായിട്ട് ഇതാണ് ഇതേപോലെ പഴാവില്ല. 6 മാസമായിട്ടുള്ള ഞാൻ അവിടെ വെച്ചിട്ട്. ഇതിലധികം വലിപ്പമൊന്നും വരില്ല, വളരെ കുറഞ്ഞ സ്ഥലം മതി. ചെറിയൊരു ചട്ടിയിൽ നമുക്ക് ഇത് വയ്ക്കാം. ഇതിൻ്റെ വേറെ ഗുണം എന്ന് വെച്ചാൽ ഇതിന് സാധാരണ ഈ ഓറഞ്ച് സൈസുള്ള ഓറഞ്ച് നാരങ്ങ വിഭാഗങ്ങളൊക്കെ വെച്ചാൽ മുള്ളുകളുണ്ടാവും. പക്ഷെ ഇതിനങ്ങനെ മുള്ളുകളൊന്നും ഉണ്ടാവില്ല. എല്ലാ തണ്ടും നോക്കി കഴിഞ്ഞാൽ കാണാം മുള്ളൊന്നുമില്ല. നമുക്ക് കുട്ടികളുള്ള വീടുകളിലാണെങ്കിലും വന്ന് ഇപ്പോൾ കൈ തട്ടി മുറി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ സീസണാണ്. എല്ലാ സമയത്തും ഇത് പൂവിട്ട് കായിട്ടുകൊണ്ടിരിക്കും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ചെറുതും വലുതുമായിട്ട് എപ്പോഴും ഉണ്ടാകണ്ട. വലിയതുമുണ്ട് ചെറുതുമുണ്ട്, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം. ജ്യൂസ് അടിക്കാം, അതുപോലെ അച്ചാറുണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. ജാമൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഓറഞ്ച് കൊണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് തൊലി, സാധാരണ ഓറഞ്ചാണ് നമുക്ക് തൊലി പൊളിച്ചിട്ടാണ് ഇത് കഴിക്കുക. ഇത് നമുക്ക് നേരിട്ട് കഴിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അത് ഞാനിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു വിളവെടുപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച്. ഈ വലിപ്പമാണത് വരുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുക അല്ലോ. സാധാരണ ഓറഞ്ചിൻ്റെ അതേ മണം ഒക്കെ തന്നെയാണിത്. സെയിം നമ്മുടെ ഓറഞ്ചിൻ്റെ അതേ മണം തന്നെയാണ്. നമുക്കിത് ഈ തൊലിയോട് കൂടി തിന്നാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് തൊലിയോട് കഴിക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്നും കൂടി മധുരം വരാനുണ്ട്. ചെറിയൊരു മധുരമുണ്ട്, ഫുള്ള് മധുരമായിട്ടില്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ സാധാരണ ഓറഞ്ചിൻ്റെ ഒരു തൊലി നമ്മൾ കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പും ചോർപ്പൊക്കെ ആയിരിക്കും. അതൊന്നുമില്ല, സുഖമായിട്ട് തീർക്കണം. തൊലി മാത്രമാണെങ്കിലും സുഖമായിട്ട് കഴിക്കാം. നല്ല ഗുണമുള്ളൊരു ഓറഞ്ചാണ്. ഇപ്പം നിങ്ങളെല്ലാവരും വീടുകളിൽ എല്ലാം കൂടെ കശുക്കി എങ്ങനെയുണ്ട്? ആ, തൊലിടം കഴിക്കാൻ പറ്റണല്ലേ? ആ കണ്ട, തൊലിടം കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ വാങ്ങിച്ചിട്ട് വെക്കുക. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അല്ല, നല്ലൊരു ഐറ്റമാണ്. അധികം വലിയ ഇതൊന്നും പരിചരണമൊന്നും വേണ്ട. നമുക്ക് ചെറിയ ചട്ടി മതി. അധികം ഹൈറ്റ് പോകുന്നില്ല. കണ്ടപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കും, മസാല ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും ഹൈറ്റുള്ളൂ, ഒരുപാട് വലിയ മരം ഒന്നും ആവില്ല ഇത്. ഈ ഹൈറ്റ് തന്നെ നിറയെ ഉണ്ടാവുന്നതാണ്, ഫുൾ ടൈം ഉണ്ടാവും. അപ്പം നല്ലൊരു ഐറ്റമാണ്. നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇസ്രായേൽ ഓറഞ്ച്. പേര് മറക്കണ്ട. എല്ലായിടത്തും വിപണിയിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ട് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.